friends, welcome to my channel. I am Joby Wailengal. കണ്ണുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയത്തില്ല, അതങ്ങ് പോകണം, അപ്പം മാത്രമേ നമുക്ക് അതിന് വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് എപ്പിസോഡാണിത്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും കേരളത്തിലിരിക്കും പല പല ഭക്ഷണ സാധനങ്ങളും ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങി ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ശരി, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിച്ചാലും ശരി, ചെറിയ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് വലിയ പെരുപ്പിച്ച് കാണിക്കും. അയ്യോ അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല എന്നൊക്കെ സ്വാഭാവികമായിട്ട് പറയും. പക്ഷെ നമുക്ക് കേരളത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം, എന്ത് സാധനമാണെങ്കിലും കിട്ടാൻ വളരെയും നമുക്ക് ആഗ്രഹം കാണുകയും ചെയ്യും, കൊതി ഉണ്ടാവുകയും ചെയ്യും. എങ്ങാനും നമുക്ക് എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടിയാൽ തന്നെ അതിന് ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരോടും ഇത് പറയാറില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ഞാനിപ്പോൾ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. അതുപോലെ തന്നെ പല കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല മുക്കിലും മൂലയിലും താമസിക്കുന്ന പല മലയാളികൾക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പുട്ടും കടലക്കറിയും എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പുട്ടും കടലക്കറിയുടെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്താണ് ഇതിന് മാത്രം റിവ്യൂ ചെയ്യാനുള്ള? സാധാരണ പുട്ടും കടലക്കറി അല്ല, അതിന് വ്യത്യാസമുണ്ട്. ഈ പുട്ടും കടലക്കറിയും ഇതുപോലെ പാക്കറ്റിലാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഫ്രോസൺ ആണ്. ഫ്രോസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രോസൺ ആയിട്ടുള്ള മീൻ കിട്ടാറുണ്ട്, ഫ്രോസൺ ആയിട്ടുള്ള ഇറച്ചി കിട്ടാറുണ്ട്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഫ്രോസൺ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, എന്താണെങ്കിലും ഇത് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ പുട്ടും കടലക്കറിയുമാണ്. ഇത് കേരളത്തിൽ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ പുട്ടും കടലക്കറിയും എങ്ങനെയാണ് ഫ്രോസൺ ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കി കഴിക്കേണ്ടത് എന്നുള്ള കാര്യവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൈക്രോവേവിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ 4 മിനിറ്റ് നമ്മൾ മൈക്രോവേവിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, നമുക്ക് കഴിക്കാൻ പാകത്തിലാവും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ പാക്ക് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ മേടിക്കുന്ന സമയം വരെ -18 ഡിഗ്രിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കവറിൻ്റെ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇത് കീപ്പ് ചെയ്യണമെങ്കിൽ -80 ഡിഗ്രിയിൽ മാത്രമേ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ തൊട്ട് ഇവിടം വരെ ഇത് -18 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള പുട്ടും കടലക്കറിയും. നോക്കി, എൻ്റെ ചെറിയ പുട്ടാണെന്ന് നിങ്ങൾ കണ്ടു നോക്കിയാൽ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവിടെ നല്ല വലിപ്പത്തിൽ കിട്ടും. പക്ഷേ ഉള്ള കാര്യം പറയാലോ, നമുക്കിത് കിട്ടാതെ വരുമ്പോൾ ഏത് വലിപ്പത്തിലുള്ള പുട്ടും കടലക്കറിയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും, ഉള്ളത് പറയാലോ അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇനി എന്താണല്ലോ, ഇതുപോലത്തെ ഒരു മൈക്രോവേവ് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അകത്താണ് ഇത് വെച്ചേക്കുന്നത്. നമുക്കിതിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. കട്ടിയിലാണ് ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഇവിടെയുള്ള മൊത്തം പ്ലാസ്റ്റിക് നമുക്ക് കളഞ്ഞ ശേഷം നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ മൈക്രോവേവ് വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കും കളഞ്ഞു. അതിന് ശേഷം ഉള്ള അവസ്ഥ ഇതാണ്. ഓക്കെ, നമുക്ക് കൈകൊണ്ട് വേണം തൊട്ട് കഴിഞ്ഞാലും ഇതാ നല്ല വട്ടി പോലെ ഇരിക്കുന്നു. ഓക്കെ, ഇതെന്നാലും ഇംഗ്ലണ്ടിൽ എനിക്ക് കിട്ടുന്ന ഫ്രോസൺ പുട്ടും കടലയാണ്. ഇതുപോലെ ലോകത്തിലെ പല ഭാഗങ്ങളിലും മലയാളികൾക്ക് ഇതുപോലെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിത് മൈക്രോവേവിൽ ഒരു 4 മിനിറ്റ് വെക്കാം. അപ്പോൾ നമുക്കിത് മൈക്രോവേവ് വെക്കാം. അതിനുശേഷം നമുക്കൊരു 4 മിനിറ്റ് ഓണാക്കാം. ഓക്കെ, ഇത് 4 സംതിങ് ആയിട്ടുണ്ട്. എനിവേ, എന്താണെങ്കിലും 4 മിനിറ്റ് ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുട്ടും കടലക്കറിയുടെ അവസ്ഥ ഇതാണ്. നല്ല ചൂട് പുറക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ വളരെ ചെറിയ പുട്ടാണെങ്കിലും ഇപ്പം മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് വളരെ വലുതായിട്ട് തന്നെ തോന്നുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, എന്നാൽ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരു ചെറിയ പുട്ടും ഒരല്പം കടലക്കറിയും കൂടി ഇടാം. നോക്കാം, ഇതിനൊരു വ്യത്യാസവുമില്ല, നമ്മൾ നാട്ടിലേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട്. ഇനി കഴിച്ച് നോക്കുമ്പോൾ മാത്രം അറിയാം. പക്ഷേ എന്താണ് ഒരു കാര്യം പറയാമല്ലോ, നല്ല രീതിയിൽ തന്നെയായിരിക്കും ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നും പോലെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കിയ ശേഷം മാത്രമേ എക്സ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ
ഏത് കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്താലും അവരത് കൊള്ളുകയില്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. പിന്നെ ആ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്ക് വളരെയധികം നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും പൂർണ്ണമായിട്ടും നല്ലതായിരിക്കുമെന്നൊരു ചെറിയ വിശ്വാസമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊക്കെ നമ്മളങ്ങ് മറക്കും. കാരണം ഇത് മാത്രമേ ഇപ്പോൾ കിട്ടാനുള്ളൂ, അതാണൊരു അവസ്ഥ. ഓക്കെ, ഫാമിലി ആയിട്ട് താമസിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അല്ലാത്തവരാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിവേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നല്ല രീതിയിൽ തേങ്ങായും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുട്ടും നല്ല സോഫ്റ്റാണ്. അതോടൊപ്പം കടലക്കറി നമുക്കൊരു കുറ്റവും പറയാനില്ല. തേങ്ങ അരച്ച് വെച്ച കടലക്കറിയാണിത്. പല രീതിയിൽ ഉണ്ടാക്കില്ല, എന്നാൽ ഇത് തേങ്ങ വറുത്തരച്ച് വെച്ച കടലക്കറിയാണ്. കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണിത്. ഇതിന് ഏകദേശം ഞാൻ മേടിച്ച വില എന്ന് വെച്ചാൽ ഈ ഇത്രയും സാധനങ്ങൾക്ക് ഏകദേശം ഒരു 200 രൂപയോളം വരും. ഒന്നാലോചിച്ച് നോക്കുക, 200 രൂപയോളം വരും ഈ ചെറിയ പുട്ടിനും കടലക്കറിക്കും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഫ്രോസൺ കടലക്കറിയും പുട്ടും സൂപ്പറാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും ഒന്നും രുചി കാണില്ല, അത് പ്രതീക്ഷിക്കില്ല. പക്ഷേ കിട്ടാത്തപ്പം, ഇത് ഞാൻ ഇംഗ്ലണ്ടിലാണ്, കിട്ടാത്തപ്പം ഇത് ഒരു സംശയവുമില്ല, 100% അടിപൊളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും ഷോപ്പ്. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. ജോബി വയലിങ്കൽ.